ഡോണ്ട് ഫീഡ് ദ മങ്കി മൈൻഡ്. ഈ പുസ്തകം എല്ലാ ജനങ്ങളും ഇത് വായിക്കണം കഴിയുമെങ്കിൽ. അങ്ങനത്തെ ഒരു പുസ്തകമാണിത്. ഒരു പ്രത്യേക വിഭാഗം എന്നില്ല. കാരണം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന കുറച്ച് ടിപ്പുകളാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേരെന്നുകളില്ലേ, ഡോണ്ട് ഫീഡ് ദ മങ്കി മൈൻഡ്. അതായത് കുരങ്ങനെ, നമ്മുടെ മനസ്സിനെ ഒരു കുരങ്ങനായിട്ടാണ് അതിൽ പറയുന്നത്. ജെന്നിഫർ ഷാൻ എഴുതിയ പുസ്തകമാണിത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് വെച്ചാൽ നമ്മളെ തലച്ചോറിൻ്റെ ഉൾഭാഗത്ത് നമ്മളെ ബദാം പരിപ്പിന് മാതിരി നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അമിഗ്ദല എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ പുള്ളിയാണ് നമ്മളെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയും. അതായത് നമ്മളൊരു പെട്ടെന്നൊരു ഇത് വരുമ്പോൾ നമ്മളെ ഉത്കണ്ഠ, ഭയം ഒക്കെ വരുത്തുന്നത് ഈ സാധനമാണ്. പുള്ളിയുടെ വിചാരം എന്താ വെച്ചാൽ പുള്ളി നമ്മളെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഈ മറ്റേ അമിഗ്ദലയുടെ ഒരു പരിപാടി നമ്മളെ സംരക്ഷിച്ച് നിർത്തുകയാണ്. അപ്പൊ ഈ എഴുത്തുകാരി ഈ അമിഗ്ദലനെയും കുരങ്ങനായിട്ടാണ് ഈ പുസ്തകത്തിൽ വായിക്കുന്നത്. അതൊരു കുരങ്ങന്റെ മനസ്സ്, ഒരു കൊമ്പ് വന്ന് മറ്റേ കൊമ്പൊക്കെ ചാടും, ഓരോരുത്തർ പിടിച്ചു നിൽക്കില്ല. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഈ അമിഗ്ദല എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ മാതിരി വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഇതിന് യഥാർത്ഥ അപകടവും സാങ്കല്പിക അപകടവും തിരിച്ചറിയാനുള്ള കഴിവില്ല. എല്ലാതും ഒരേ മാതിരി തന്നെ എടുക്കും. അതാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ നമ്മൾക്ക് ഉദാഹരണത്തിന് നമുക്കൊരു സ്റ്റേജിൽ കയറാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കയറാതിരുന്ന ഈ അമിഗ്ദല, അതായത് ഈ കുരങ്ങനെ എന്താ വിചാരിക്കുക വെച്ചാല്, പുള്ളിക്ക് ഞാൻ വിചാരിച്ചത് ശരി തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്ത ഇൻഫർമേഷൻ ശരി തന്നെയാണ്. അപ്പൊ പിന്നെ നമ്മൾ ജന്മത്തിൽ സ്റ്റേജിൽ കയറൂല. ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ നമ്മൾ അതിനെ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇതിനെ മൃദുവായിട്ട് സമീപിക്കുകയാണ് വേണ്ടത്. മെല്ലെ സ്റ്റേജിൽ കയറി നോക്കുക. അപ്പോൾ ഈ കുരങ്ങൻ, അതായത് ഇതിൽ അമിഗ്ദല എന്ന് പറഞ്ഞ സാധനത്തിന് കുരങ്ങനെ മനസ്സിലാവും ഇത് പ്രശ്നമില്ലാത്ത സംഭവമാണ് എന്നുള്ളത്. അത് വളരെ നല്ല രീതിയിൽ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു സംഭവം. പിന്നെ ഇത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവൂല ഈ കുരങ്ങന്. അതായത് ഈ കുരങ്ങൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ അമിഗ്ദല കേട്ടോ. ഈ കുരങ്ങന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അതിന് പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഈ കുരങ്ങനത് മനസ്സിലാവുള്ളൂ. 3 തരത്തിലുള്ളതുണ്ട്. അതായത് ഒന്ന് നമ്മൾ മറ്റേ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി എല്ലാ കാര്യത്തെയും പേടിക്കുക, അതിനെ സമീപിക്കാതിരിക്കുക. അപ്പൊ അതിനെ എങ്ങനെ സമീപിക്കാന്നതിൽ പറയുന്നുണ്ട്. പിന്നെ ഓവർ തിങ്കേഴ്സ്. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാച്ച നമ്മളിങ്ങനെ ആലോചിക്കുക, ഇനിയിപ്പോ അത് വരും. ഇപ്പൊ ബസ്സിൽ കയറാൻ പോകുമ്പോൾ ആ ബസ്സിന് ഇപ്പൊ എവിടെയെങ്കിലും ആക്സിഡന്റ് ആകുമോ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് പോയാൽ ഇനിയിപ്പോ ഈ ഫ്ലൈറ്റ് എവിടെയെങ്കിലും മറിയോ, ഇങ്ങനെയൊക്കെയുള്ള ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള പുസ്തകമാണ് ഈ ഒരു ഇതുള്ളത്. പിന്നെ മാനസികമായിട്ട് പിരിമുറുക്കം അനുഭവിക്കുന്ന ആൾക്കാർക്കും വളരെ നല്ല രീതിയിൽ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ. പിന്നെ ഈ അമിഗ്ദല, ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിൽ നമ്മളൊരു പാമ്പിനെ കാണുമെന്ന് വിചാരിച്ചോ. അപ്പൊ പെട്ടെന്ന് നമ്മളെ തലച്ചോറ് ഇതിന് വിവരം കൊടുക്കും. അതായത് ആ കണ്ണുകളിൽ നിന്ന് നേരിട്ട് അമിഗ്ദലയിലേക്ക് എത്തും ഈ പാമ്പിനെ കാണുന്നത്. അപ്പൊ നമ്മൾ അതിന് ഓടേണ്ടതെന്നുള്ള തീരുമാനിക്കുക ഈ സാധനമാണ്. അപ്പോഴാണ് നമുക്ക് ശ്വാസോച്ഛ്വാസം കൂടുക, ഒരു ഉത്കണ്ഠ വരിക, ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ചെയ്യുന്ന ആളാണ് ഈ കുരങ്ങൻ. അപ്പൊ ഈ കുരങ്ങനെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതിനെ ഫീഡ് ചെയ്യരുത്. അതായത് ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു രോഗം, നമ്മൾക്ക് ഒരു വേദന തോന്നുക വെച്ചാല് ആ വേദന അങ്ങനെ മൈൻഡ് ചെയ്യാതെ വിടുക ചെയ്യേണ്ടത്. നമ്മളെന്താ ചെയ്യുക, നേരെ ഇന്റർനെറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കും ഈ വേദന എന്ത്. അപ്പൊ ഈ കുരങ്ങന് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പൊ കുരങ്ങൻ മനസ്സിലാക്കും, കുരങ്ങൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അറിയാലോ എന്താണ്. ഈ കുരങ്ങൻ മനസ്സിലാക്കും, ഞാൻ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ടല്ലേ പുള്ളി കയറി ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്തെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ രസകരമായിട്ട് ഈ പുസ്തകം അതില് വളരെ നല്ല രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കുക. വീണ്ടും പറയുന്നു, വായിച്ചാലേ വളരുള്ളൂ, ചിന്തകൾ വരും, നല്ല ചിന്തകൾ വരട്ടെ. ഏറ്റവും കൂടുതൽ ഇത് ഈ ഓവർ തിങ്കേഴ്സ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് എന്തായാലും വായിച്ചിരിക്കണം. പിന്നെ ചെറിയ ചെറിയ വിഷയങ്ങൾ കിട്ടുമ്പോൾ അതിനെതിരെ ടെൻഷൻ അടിച്ചിട്ട് ഇനിയിപ്പോൾ എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ പെർഫെക്ഷനിസം. അതായത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടതെന്നറിയോ, ഒരു കാര്യവും നമുക്ക് മുഴുവൻ 100% പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്ത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ദുനിയാവിൽ കിട്ടില്ല. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിൻ്റെതായ കുറവുകൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ മനസ്സിൽ വെക്കുക. അതായത് ഈ എല്ലാ കാര്യങ്ങളും 100% ക്ലിയർ ആയിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, അതിന് തെറ്റുകുറ്റങ്ങൾ വരും. അപ്പൊ അത് നമ്മൾ മാനസികമായിട്ട് അതിന് തയ്യാറായി കഴിയുക, ഒരു പ്രശ്നം വരില്ല. അത് ഈ പുസ്തകത്തിൽ വളരെ നല്ല രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും വായിക്കണം. ജീവിതത്തിൽ വിജയിക്കാൻ ഈ പുസ്തകം ഉപകാരത്തിൽ പെടുന്ന എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി.